ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. 30 വർഷം ഇടതിനോട് ചേർന്ന് നിന്ന വാർഡിൽ ഇക്കുറി വിജയം കാത്തുനിന്നത് കോൺഗ്രസിന്. 30 വർഷം ഇടതിനോട് ചേർന്ന് നിന്ന വാർഡിൽ ഇക്കുറി വിജയം കാത്തുനിന്നത് കോൺഗ്രസിന്. കഴിഞ്ഞ വർഷങ്ങളിൽ ആ വാർഡിലുണ്ടായ റോഡിന്റെ വിഷയം ഉൾപ്പെടെ റെയിൽവേയുടെയും നഗരസഭയുടെയും ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിച്ച ജനങ്ങളുടെ വികാര പ്രകടനമായിരുന്നു ഈ വർഷത്തെ വിധിയെഴുത്ത്. ഇനി റെയിൽവേ സ്റ്റേഷൻ പള്ളം വാർഡ് കോൺഗ്രസിന്റെ സജീഷ് ഭരിക്കും. ഇതേ വാർഡിൽ നിന്നും 3 തവണ പ്രതിനിധീകരിച്ച വ്യക്തിയായിരുന്നു ഇക്കുറി CPM സ്ഥാനാർത്ഥി. ജനകീയനായ സ്ഥാനാർത്ഥിയായിരുന്നിട്ട് പോലും എവിടെയോ CPMന് കാലിടറി. വാർഡിലെ ജനങ്ങളുടെ വിശ്വാസം അതുപോലെ നിറവേറ്റും എന്നാണ് സജീഷ് പറയുന്നത്. പാർട്ടിയുടെ ഒറ്റക്കെട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിക്കാൻ നിന്നത്. പാർട്ടിയുടെ മുഴുവൻ സപ്പോർട്ടും പ്രവർത്തകരുടെ മുഴുവൻ പിന്തുണയും ഒറ്റ ഒരു ഇതിലാണ് ഞാൻ വിജയിച്ചിരിക്കുന്നത്. നമ്മളവിടുത്തെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. 30 വർഷമായിട്ട് ഭരിച്ചവിടെ LDFന് ചെയ്യാൻ പറ്റാത്തത് നമ്മളോട് ചെയ്യാൻ പറ്റുന്നൊരു ധാരണയിലാണ് നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അപ്പോൾ അതിന് നല്ലൊരു പിന്തുണ പ്രഖ്യാപിച്ച് ജനങ്ങളെ എന്നും കൂടെ നിർത്തി അവർക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ എന്നും ഒപ്പം ഉണ്ടാവും. ഒരു ധാരണ അവർക്കുണ്ട്. കൂടെ നിന്ന് ഒരുപാട് പേര് ചതിക്കാൻ നോക്കി. പക്ഷെ അതെല്ലാം മറികടന്ന് വിജയിക്കാൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, നമ്മുടെ പാർട്ടിക്കാർ എല്ലാവരും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ പേരിൽ വിജയിച്ചു. 30 വർഷമായിട്ട് അവിടെ LDFൻ്റെ ഒരു കുത്തക വാർഡായിരുന്നു അത്. ഏറെക്കുറെ പറയാൻ വെച്ചാൽ 2-3 വട്ടം നിന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കൗൺസിലറായി മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഇത് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത്. ആളിവിടെ ഉണ്ടായതില്ല, പുറത്തൊരാളെ കൊണ്ടുവന്ന് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടാണ് അവിടെ പ്രശ്നം മത്സരിക്കാൻ നിന്നത്. പക്ഷെ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു, അതിനെതിരെ പോരാടി എന്നെ വിജയിപ്പിച്ചു. കേവലം ഭൂരിപക്ഷമല്ല, ഒരു നല്ല ഭൂരിപക്ഷത്തിലാണ് ഞാൻ വിജയിച്ചിരിക്കുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരോട് സാധിക്കുന്നില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. മുന്നത്തെ 5 വർഷത്തെ കാര്യത്തിലെടുത്താൽ അങ്ങനെ ഒരാളവിടെ വന്നിട്ടില്ല ഒരു കൗൺസിലറായിട്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടല്ല അവിടെ. ജനങ്ങൾ മനസ്സിലാക്കാനോ അവരുടെ കാര്യങ്ങൾ പ്രശ്നത്തിൽ ഇടപെടാനോ അവരോട് പറ്റുന്നില്ല. നമ്മുടെ വഴി പ്രശ്നമാണെങ്കിലും കുടിവെള്ളം, വെളിച്ചം, ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനല്ലൊരു പരിഹാരം ഉണ്ടാക്കാമെന്നൊരു ധാരണയിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്.